നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് ഉറപ്പെടുത്തുകയാണ്, യഥാർത്ഥ മുഅ്മിനീങ്ങൾ വിജയിച്ചതാകുന്ന സത്യവിശ്വാസികൾ, ആ വിജയിച്ചതാകുന്ന മുഅ്മിനീങ്ങളുടെ ക്വാളിറ്റികൾ എണ്ണി എണ്ണി സൂറത്തുൽ മുഅ്മിനീനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തിയിട്ട് അവസാനമായി അല്ലാഹു പറയുകയാണ്, വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ വല്ലദീന ഹും അലാ صلواتهم يحافظون. നമസ്കാരത്തെ പരിപൂർണമായി സൂക്ഷിച്ചതാകുന്ന ഏതൊരു സത്യവിശ്വാസിയുണ്ടോ വിശ്വാസിനിയുണ്ടോ അവർ തീർച്ചയായും വിജയിച്ചവരാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. ഉലൈക ഹുമുൽ വാരിസൂൻ هم الوارثون الذين يرثون الفردوس الذين يرثون الفردوس هم فيها خالدون. തീർച്ചയായും നമസ്കാരത്തെ പരിപൂർണമായി ശ്രദ്ധയിലെത്തി ബാങ്ക് വിളിക്കുന്നതാകുന്ന സമയത്ത് കൃത്യമായി ജമാഅത്തിനെ ശ്രദ്ധിച്ചതാകുന്ന പുരുഷന്മാരുണ്ടോ, അവ്വല് വഖത്തിൽ വീടിനകത്തലങ്ങളിൽ നമസ്കരിക്കാൻ തയ്യാറെടുത്തതാകുന്ന സഹോദരിമാരുണ്ടോ, അല്ലാഹു ഖുർആനിലൂടെ പറയുകയാണ് അവർ യഥാർത്ഥ വിജയികളാണ്, അവർക്ക് ലഭിക്കുന്നത് ചെറിയ പ്രതിഫലമല്ല. ഉലൈക ഹുമുൽ വാരിസൂൻ, അവർ തീർച്ചയായും അനന്തരം എടുക്കുന്നവരാണ്. അല്ലദീന യരിസൂനൽ ഫിർദൗസ്, കേവലം ഈ ദുനിയാവിലെ ചട്ടക്കൂട്ടുകളിൽ ജീവിച്ചുകൊണ്ട് നിലകൊണ്ട മനുഷ്യന് അല്ലാഹു പ്രത്യേകമായി കൊടുക്കുകയാണ്. നമസ്കാരത്തെ ചിട്ടവച്ച മനുഷ്യനല്ലേ, നമസ്കാരത്തെ ഗൗനിച്ചതാകുന്ന സഹോദരിയല്ലയോ, ഇതാ പരിശുദ്ധമായ ഫിർദൗസ് എന്ന സ്വർഗത്തിലേക്ക് അല്ലാഹു ഇതാ മലക്കുകൾ മുഖേന നിന്നെ മാടി വിളിക്കുകയാണ്. മർഹബാ, കടന്നു വരൂ, കടന്നു വരൂ. ബാങ്ക് വിളിക്കുന്ന സമയത്ത് നമസ്കാരങ്ങളെ ശ്രദ്ധിച്ചവരല്ലയോ, ജമാഅത്തുകളെ ഗൗനിച്ചവരല്ലയോ, അവ്വൽ വഖത്തിൽ നമസ്കരിച്ചവരല്ലയോ, ഇതാ ഈ ഫിർദൗസ് എന്ന സ്വർഗത്തിലേക്ക് കടന്നു വരണേ, കടന്നു വരണേ. എന്താണ് ഫിർദൗസ്? നിസ്സാരമാണോ? നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണ് എങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കേണ്ടതാകുന്ന സ്വർഗം അത് ഫിർദൗസാണ്, ഫിർദൗസാണ്, ഏറ്റവും ശ്രേഷ്ഠമായ സ്വർഗമാണതെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആ ഫിർദൗസ് എന്ന സ്വർഗത്തിലേക്ക് കടക്കണോ കക്കാടുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, നമസ്കാരത്തെ ഗൗരവമായി കാണണേ, നിസ്സാരമായി തള്ളിക്കളയല്ലേ. നമസ്കാരം ഗൗരവമായി കണ്ടോ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നത്തെ ഉമ്മത്തെ ഏറ്റവും നിസ്സാരവൽക്കരിക്കുന്നത് നിസ്കാരമാണ്, ഗൗരവമായി കാണുന്നില്ല. നിസ്കരിക്കുന്നവർ പോലും വുളൂഇന്റെയും നമസ്കാരത്തിന്റെയും ആദാബുകളും ഫർളുകളും ഷർത്തുകളും ഒക്കെ ശ്രദ്ധിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഒരു കാട്ടിക്കൂട്ടലാണ്. വുളൂ കൃത്യമാക്കാത്ത എത്രയോ ആളുകളുണ്ട്, എത്രയോ ചെറുപ്പക്കാരുണ്ട്, എത്രയോ സഹോദരിമാരുണ്ട്. നമസ്കാരത്തിന് അവ്വല് വഖത്തിൽ ശ്രദ്ധിക്കാത്ത എത്രയോ ആളുകളുണ്ട്. ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. നമസ്കാരം എന്ന് പറയുന്നത് കളിതമാശയല്ല, നിസ്കാരം എന്ന് പറയുന്നത് കളിതമാശയല്ല. സാബ അവ്വൽ വഖത്തിൽ നമസ്കരിക്കണേ, നമസ്കരിക്കണേ. ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. സമയബന്ധിതമാണ്, സമയത്ത് നിസ്കരിക്കണം, അതിലാണ് കാര്യം. അവ്വല് വഖത്ത് ശ്രദ്ധിച്ചോ, പള്ളിയുടെ മുറ്റത്ത് തന്നെ ഉണ്ട്, ബാങ്ക് വിളിക്കുമ്പോൾ യാ അല്ലാഹ് ഹലാസ് എല്ലാം കൂടെ ഓടി. വല്ല പൊതിയുണ്ടെങ്കിൽ റാഹത്തായിട്ട് നിൽക്കും, അങ്ങനെ ആകാൻ പാടില്ല. ഇന്നിപ്പോ ഉമ്മത്ത് അങ്ങനെയായി പോയി. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കാക്ക വെടിവെച്ചിട്ടിട്ട് ബിരിയാണി വെച്ചാൽ നമ്മുടെ കൗമ ഹാളിറോ, ഹാളിർ ഹാളിർ ഹാളിറു ഈ മജ്‌ലിസിൽ ഹാളിറു. ബിരിയാണി ഇട്ടുമെങ്കിൽ നേരത്തെ സുബൈക്ക് തന്നെ വന്നിരിക്കും, പതിവില്ലാതെ സുബഹിസ്കരിക്കാൻ ആചാര്യ വന്ന്. എന്താ കാര്യം? പൊതിയുണ്ടെന്ന് പറഞ്ഞു, കര കഴിഞ്ഞോണ്ട് പൊതി കൊടുക്കുമെന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് നേരത്തെ വന്ന
50 രൂപയുടെ കാക്ക ബിരിയാണിയുടെ വില നമ്മൾ സുബഹിക്ക് കൊടുക്കുന്നില്ല. അതാണ് ഇന്നത്തെ അവസ്ഥ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എവിടെ പോയി നമ്മുടെ അവസ്ഥ? നമ്മൾ ജമാഅത്ത് ശ്രദ്ധിക്കുന്നില്ല, ജുമുഅ ശ്രദ്ധിക്കുന്നില്ല. യാ അയ്യുഹല്ലദീന ആമനൂ വദറുൽ ബൈഅ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ജുമുഅയിലൂടെ ജുമുഅയുടെ പ്രാധാന്യത്തെ വിളിച്ചറിയിച്ചുകൊണ്ട് ലോകവിശ്വാസികളെ ഉണർത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, അല്ലാഹുവിന്റെ പള്ളിയുടെ അകത്തളങ്ങളിൽ മനോഹരമാക്കപ്പെട്ട ശ്രവണസുന്ദരമായ ബാങ്കുൽ മുഴക്കിക്കൊണ്ട് ജുമുഅയ്ക്ക് വേണ്ടി നിങ്ങളെ വിളിക്കപ്പെട്ടാൽ ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാഹ്, നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്നുള്ള മനോഹരമായ ബാങ്കുലി നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഫസഊ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ സ്മരണയിലേക്ക്, റബ്ബിന്റേതാകുന്ന ദിക്റിലേക്ക്, പടച്ച റബ്ബിന്റെ ഓർമ്മകളിലേക്ക്, പരിശുദ്ധമായ ഖുർആൻ ഓതാൻ വേണ്ടി, പരിശുദ്ധമാക്കപ്പെട്ട ജുമാ ജമാഅത്തുകളെ ശ്രദ്ധിക്കാൻ വേണ്ടി ആ ബാങ്കിന് ഉത്തരം കൊടുത്തുകൊണ്ട് നിങ്ങൾ പള്ളിയിലേക്ക് പോകണേ. വദറുൽ ബൈഅ, നിങ്ങളുടെ കച്ചവടം, ബിസിനസ് പരിപൂർണമായി ആ സമയത്ത് ഉപേക്ഷിക്കണേ. കാബലം ജുമുഅ എന്ന് പറയുന്നത് നിസ്സാരമല്ല. മുഅ്മിനീങ്ങളുടെ പെരുന്നാളാണ് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. സാധുക്കളാകുന്ന മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കുള്ള പെരുന്നാളാണ്. ഈ പെരുന്നാളിന്റെ സുദിനത്തെ പരിപൂർണമായി നിരാശപ്പെടുത്തിക്കൊണ്ട് അതിന്റെ എല്ലാ നന്മകളെയും തിരസ്കരിച്ചുകൊണ്ട് കൂട്ടുകാരോടൊപ്പം കളിച്ചും രസിച്ചും രമിച്ചും നിലകൊള്ളല്ലേ. ആ ജുമുഅയെ മാനിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകണേ. വദറുൽ ബൈഅ, ബിസിനസ്സും പരിപാടിയൊക്കെ ഒഴിവാക്കിക്കോ, എല്ലാം ഒഴിവാക്കി. ذلكم خير لكم إن كنتم تعلمون. ഏറ്റവും മനോഹരമായ കരണീയമായ പ്രവർത്തനമാണ് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് മുഴങ്ങുമ്പോ ആ ബാങ്കിന് ജവാബ് നൽകിക്കൊണ്ട് പള്ളിയിലേക്ക് നിങ്ങൾ അഭയം പ്രാപിക്കലെന്ന് വിശുദ്ധമായ ഖുർആൻ. ഫൈദാ ഖുളിയത്തിസ് സ്വലാത്ത് فإذا قضيت الصلاة, നമസ്കാരം കഴിഞ്ഞാൽ ഇനി നീ നിൽക്കേണ്ടതില്ല. ആ നമസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ, ദുആകൾ കഴിയുമ്പോ, നിസ്കാരിച്ചതിന് ശേഷം സുന്നത്തും മറ്റ് ഔറാദുകൾ കഴിഞ്ഞതിന് ശേഷം നീ ഇതാ പുറത്തേക്ക് പോകണേ. നീ നിന്റെ കച്ചവടത്തിന്റെ മേഖലയുമായി ബന്ധപ്പെടണേ. ഫബ്തഗൂ മിൻ ഫളിലില്ലാഹ്, അല്ലാഹുവിന്റെ ഔദാര്യത്തെ നീ തേടണേ. നിനക്ക് വേണ്ടി അല്ലാഹു ബിസിനസിന്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. അതിൽ നീ അഭയം പ്രാപിക്കണേ. പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്ത് നമസ്കാരം നിർവഹിച്ച് ശേഷം നിന്റെ കച്ചവടത്തിന്റെ വാതാനങ്ങളിലേക്ക് നീ പോകണേ. അതിൽ ഖൈറാണ്, ബറക്കത്താണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. രണ്ടും വേണം, ദുനിയാവും വേണം, ആഖിറവും വേണം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അല്ലാഹുവേ, പടച്ച റബ്ബേ, ദുനിയാവിലും ഞങ്ങൾക്ക് നന്മ നൽകണേ അല്ലാഹ്, ആഖിറത്തിലും ഞങ്ങൾക്ക് നന്മ നൽകണേ അല്ലാഹ്. വഖിനാ അദാബന്നാർ, നരകത്തിന്റെ ശിക്ഷയെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. സത്യവിശ്വാസിയുടെ ദുആ അല്ലയോ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതല്ലയോ. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ ദുനിയാവും വേണം, ആഖിറവും വേണം. ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിൽ കയറണം, നിസ്കാരം കഴിയുമ്പോൾ പുറത്തേക്കും പോകണം.
24 മണിക്കൂർ ഇബാദത്ത്, അത് വേണ്ട. മക്കളെ നോക്കാതെ കുടുംബം നോക്കാതെ ചില ആളുകൾ മക്ബറയിൽ തന്നെ പോയിട്ട് അടയിരിക്കും. എന്നിട്ട് ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ചേക്കോ മക്കളെ നോക്കാനായിട്ട്. എന്നിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും തന്നേക്കും. 5 മക്കൾ, ആ പരിപാടിയും പറ്റൂല. യാചന, യാചിച്ചിട്ട് മറ്റുള്ളവർക്ക് മക്കളെ പോറ്റുന്നു, അതും പറ്റൂല. മക്കളെ പോറ്റണം, കുടുംബത്തെ പോറ്റണം, ഭാര്യയെ നോക്കണം, ഭർത്താവിന്റെ കടമയിൽപ്പെട്ടതാണ്. കഫാ ബിൽ മർഇ സമാ അയ്യുളയ മയഖൂത്. ചെലവ് കൊടുക്കുന്നവർക്ക് ചെലവ് കൊടുക്കാതിരിക്കൽ ഏറ്റവും വലിയ പാതകമാണ്, തെറ്റുകുറ്റമാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. വൈവാഹിക ജീവിതത്തിലേക്ക് നിന്റെ പ്രതീക്ഷയോടുകൂടി കടന്നു വന്ന പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയ്ക്ക് താങ്ങായി തണലായി വർത്തിക്കാൻ നീ തയ്യാറാകണേ. അവരുടെ കാര്യങ്ങൾ നീ ഏറ്റെടുക്കണേ. അവരുടെ മുഴുവൻ ഉത്തരവാദിത്വവും നിന്നിലാണ്. അവരുടെ ഭക്ഷണത്തിന്റെ കാര്യം, പാർപ്പിട കാര്യം, അവരുടെ കുടുംബത്തിന്റെ കാര്യം, അവരുടേതാകുന്ന ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളും നിന്നിൽ നിക്ഷിപ്തമാണ്. അവളിലൂടെ സന്താനങ്ങളെ അല്ലാഹു നിനക്ക് നൽകിയാൽ ആ മക്കളുടെ കാര്യവും നീ നോക്കൽ ഭർത്താവേ നിനക്ക് അനിവാര്യമാണ്. മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാതെ മക്കളെ അവഗണിച്ചുകൊണ്ട് ഭാര്യ ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കുന്നതായ ഏതൊരു സത്യവിശ്വാസിയുണ്ടോ, മുഅ്മിനുണ്ടോ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, കഫാ ബിൽ മർഇ സമാ. കുറ്റത്തിനാൽ മതി കേട്ടോ. ചെലവ് കൊടുക്കേണ്ടവർക്ക് ചെലവ് കൊടുക്കാതിരിക്കലാണ് ഏറ്റവും വലിയ കുറ്റകൃത്യമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നിർവഹിക്കണം സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. കടമകളും കടപ്പാടുകളൊക്കെ പൂർത്തീകരിക്കണം. അതിനോടൊപ്പം തന്നെ അല്ലാഹുമായുള്ള കടമയും കടപ്പാടും അതും പൂർത്തീകരിക്കണം. നിസ്കാരം കറക്റ്റാക്കണം, എങ്ങനെ വിജയിക്കുള്ളൂ. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ സ്വല്ലൽ അബ്ദു ഫി അവ്വലി വഖതിഹാ. ഒരടിമ അവന്റെ നമസ്കാരം അവ്വൽ വഖത്തിൽ നമസ്കരിച്ചു കഴിഞ്ഞാൽ ആ നമസ്കാരം അല്ലാഹുവിന്റെ അർശിന്റെ സമുദ്രത്തിലേക്ക് ഓട്ടോമാറ്റിക്കായി കയറിപ്പോവുകയാണ്. അർശിന്റെ ഉടമസ്ഥനായ പടച്ച റബ്ബിന്റെ തിരുസമുദ്രത്തിലെത്തിക്കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, ഹഫിളകല്ലാഹു കമാ ഹഫിളതനീ. നമസ്കാരമാകുന്ന എന്നെ നീ കാത്ത് സംരക്ഷിച്ചതുപോലെ അല്ലാഹു നിനക്കും സംരക്ഷണം നൽകട്ടെ, നിനക്കും അല്ലാഹു കാവൽ നൽകട്ടെ എന്ന് ആ നമസ്കാരം അല്ലാഹുവിന്റെ ദർബാറിൽ ദുആ ചെയ്യുമെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഫയഖൂലുൽ മലായികതു ഹൗലൽ അർശ്. അർശിനെ വലയം ചെയ്യുന്ന കോടാനുകോടി മലക്കുകൾ അല്ലാഹുവിന്റെ ദർബാറിൽ വെച്ചുകൊണ്ട് പറയുമത്രേ, ആമീൻ. നീ ഉത്തരം ചെയ്യണേ നാഥ, ഉത്തരം ചെയ്യണേ അല്ലാ. നിസ്കാരം അവ്വൽ വഖത്തിൽ നമസ്കരിച്ചാൽ ആ നിസ്കാരം നേരെ അങ്ങ് പോകും അല്ലാഹുവിന്റെ ഹദറത്തിൽ. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അവ്വൽ വഖത്തിൽ ബാങ്ക് വിളിച്ച ഉടനെ നിസ്കരിക്കുക. സഹോദരിമാരൊക്കെ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. അവ്വൽ വഖത്തിൽ നമസ്കരിക്കുന്ന ഒരു ശീലം പലപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ പലർക്കും ഇല്ല. ളുഹർ അസറിലേക്ക് പിന്തിക്കുന്ന എത്ര സഹോദരിമാരുണ്ട്. അസർ മഗ്രിബ് ബാങ്ക് വിളിക്കുന്നതിന് തൊട്ടു മുമ്പ് നിസ്കരിക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്, സഹോദരങ്ങളുണ്ട്. ളുഹറും അസറും നിസ്കരിക്കാത്ത ആളുകൾ എത്രയോ പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. സുബഹി എഴുന്നേക്കുന്ന സമയത്ത് ഒരു 8 മണിക്ക് എഴുന്നേൽക്കാണ്, ആ സമയത്ത് വേണമെങ്കിൽ നിസ്കരിക്കാം. മഗ്രിബ് ഇശായിലേക്ക് പിന്തിക്കാം. ഇങ്ങനെ പല നമസ്കാരങ്ങളെയും പിന്തിച്ച് നമസ്കരിക്കുന്നവർ വലിയ അപകടമാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിസ്കാരം അവ്വൽ വഖത്തിൽ പറഞ്ഞു. നിസ്കാരം അവ്വൽ വഖത്തിൽ വന്നാൽ രക്ഷപ്പെട്ടു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവ്വൽ വഖത്തിലാണ് നിന്റെ നമസ്കാരമെങ്കിൽ അല്ലാഹുവിന്റെ അർശിന്റെ സമുദ്രത്തിലേക്ക് നമസ്കാരം ചെല്ലുകയാണ്, അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യും, ഹഫിളകല്ലാഹു കമാ ഹഫിളതനി, നമസ്കാരമാകുന്ന എന്നെ നീ കാത്ത് സംരക്ഷിച്ചതുപോലെ അല്ലാഹു നിനക്ക് സംരക്ഷണം നൽകട്ടെ. ഈ ദുആഇന് ആമീൻ പറയുന്നത് അർശിനെ വലയം ചെയ്യുന്നതാകുന്ന മലക്കുകളാണ്. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ. പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട മലക്കുകൾ യാതൊരുവിധ ക്ഷീണവുമില്ലാതെ പടച്ചറപ്പിന്റെ കൽപ്പനകളെ പരിപൂർണമായി ശിരസാവഹിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെതാകുന്ന കൽപ്പനകളെ പരിപൂർണമായി ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുന്ന മലക്കുകൾ അവരാമീൻ പറയുകയാണ്. ഉത്തരമുറപ്പാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. وإذا صلى العبد في غير وقتها, നമസ്കാരത്തെ അതിന്റെ സമയത്തെ തൊട്ട് പിന്തിക്കുന്നതായ ഏതൊരു മുസ്ലിം ഉണ്ടോ മുസ്ലിമത്തുണ്ടോ, എന്റെ ശബ്ദം കേൾക്കുന്നതായ പ്രിയപ്പെട്ട സഹോദര സഹോദരി, പഠിച്ചു വെക്കേണ്ട പാഠമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നമസ്കാരത്തെ തള്ളിക്കളഞ്ഞു, അതിന്റെ സമയത്തെ ശ്രദ്ധിക്കാതെ ടറഫിൽ പന്ത് കളിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ചെറുപ്പക്കാരില്ലയോ? മഗ്‌രിബിന്റെ സമയത്ത് പന്ത് കളിക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്. ഫുട്ബോളിനോട് വല്ലാത്ത ആഗ്രഹം വെച്ചുകൊണ്ട് നിലകൊള്ളുന്നവരില്ലയോ? താരരാജാക്കന്മാരുടെ പിറകിൽ സഞ്ചരിക്കുന്നതായ മുസ്ലിം ചെറുപ്പക്കാരില്ലയോ? സഹോദരങ്ങളില്ലയോ? മഗ്‌രിബിനാ ബാങ്ക് മുഴങ്ങുകയാണ്, തൊട്ടപ്പുറത്തതാകുന്ന നിസ്കാര പള്ളിയിൽ നിന്ന് ബാങ്ക് മുഴങ്ങുന്ന അതേ സമയത്ത് ടറഫുകളിൽ കയറിക്കൊണ്ട് പന്ത് കളിച്ചുകൊണ്ട് നിലകൊള്ളുന്ന മക്കളില്ലേ? ആ നമസ്കാരത്തെ പാതിരാത്രി സമയത്ത് നമസ്കരിച്ചാൽ പോലും അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സമയത്ത് നമസ്കരിക്കാത്തതിന്റെ പേരിൽ ഒന്നാം ആകാശത്തിന്റെ മുകളിലേക്ക് അത് പോകില്ല സ്വഹാബ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, തുറദ്ദുൽ മലായികതു സ്വലാതഹു, മലക്കുകൾ അവന്റെ നമസ്കാരത്തെ ഒന്നാം ആകാശത്തിന്റെ താഴ്ഭാഗത്ത് വെച്ചുകൊണ്ട് തന്നെ തട്ടുകയാണ്. ആ നമസ്കാരം നിസ്കരിച്ചവന്റെ ഇടത് ഭാഗത്ത് വന്നുകൊണ്ട് നിൽക്കുകയാണ്. അവനെതിരിൽ ദുആ ചെയ്യുമത്രേ. ഫയദുഉ അലൈഹി, നമസ്കരിച്ചവനാണ്, പക്ഷേ സമയത്ത് നമസ്കരിക്കാത്തതിന്റെ പേരിൽ നിസ്കാരമതാ നിനക്ക് എതിരിൽ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. പെങ്ങളെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്. നിസ്കരിക്കാത്തവരെ കുറിച്ചല്ല ഈ പറയുന്നത്, നിസ്കരിക്കാത്തവരെ കുറിച്ചല്ല ഈ പറയുന്നത്. നമസ്കാരമുണ്ട്, പക്ഷേ തോന്നുമ്പോഴുള്ള നമസ്കാരമാണ്. നിന്റെ സിനിമ കാണലും, നിന്റെ റീൽസ് കാണലും, നിന്റേതാകുന്ന ഇൻസ്റ്റഗ്രാമിന്റെ പോസ്റ്റ് ഇടലും, നിന്റേതാകുന്ന എല്ലാ റീൽസുകളും കഴിഞ്ഞ് അവസാനമായിട്ട് അല്ലാഹുവിന് വേണ്ടി കൊടുക്കുന്ന നമസ്കാരമില്ലേ? ആ നമസ്കാരം അല്ലാഹുവിന് വേണ്ടേ വേണ്ട, അത് വന്നുകൊണ്ട് നിനക്ക് എതിരായി നിന്റെ അടുക്കൽ ദുആ ചെയ്യുകയാണ്. ലയ്യഅകല്ലാഹു കമാ ലയ്യഅതനീ, നമസ്കാരമാകുന്ന എന്നെ നീ പാഴാക്കി കളഞ്ഞതുപോലെ അല്ലാഹു നിന്നെയും പാഴാക്കട്ടെ, നിനക്ക് പ്രയാസങ്ങൾ നൽകട്ടെ എന്ന് നിസ്കാരം നിനക്ക് എതിരായി ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ നിസ്കാര സമയത്തല്ല. അങ്ങനത്തെ ആളെ കുറിച്ച് ഇപ്പൊ പറയുന്നത്. അപ്പൊ അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ കൗമെല്ലാം നിസ്കാരമുള്ളവരല്ല, പക്ഷെ അവർക്ക് ഇഷ്ടമുള്ള അവരുടെ കാര്യങ്ങളൊക്കെ കഴിയണം, റീൽസ് ഒക്കെ എടുത്ത് തീരണം, എന്നിട്ട് പിന്നെ നോക്കാം. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ വലിയ അപകടമാണ്. നോക്കൂ, നിങ്ങളൊരു ആയത്തൂടി കേട്ടോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ الذين هم يراءون ويمنعون الماعون.
പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, നമസ്കരിക്കുന്നവർക്ക് നാശമാണ്, നമസ്കരിക്കുന്നവർക്ക് നാശമാണ്. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവരെ നാശമാണ്, നാശമാണ്. ആർക്കാണ് ഈ വൈല്? ഏത് നമസ്കാരക്കാർക്കാണ് വൈല്? വൈലെന്ന് പറഞ്ഞാൽ നരകമെന്ന അർത്ഥമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖഅറും ഫീ ജഹന്നമ, ജഹന്നം എന്ന നരകത്തിന്റെ ഒരു ചെരുവാണ്, ഒരു കുണ്ടാണ് വൈലെന്ന ഭാഗമെന്നും നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കരിക്കുന്നവർക്ക് ജഹന്നം എന്ന നരകത്തിന്റെ ഒരു ചെരുവ്, ഒരു കുണ്ട് തന്നെയുണ്ട്, ഒരു കുഴി തന്നെ അവർക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുക. അതെന്തിനാ? നിസ്കരിക്കുന്നവർക്ക്. അതെ, എങ്ങനെ നിസ്കരിക്കാൻ? നിസ്കരിക്കുന്നുണ്ട്. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, മടിയന്മാരും അലസന്മാരുമായി നിസ്കരിക്കുന്നവർ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നീ ഒന്ന് ചിന്തിക്കാൻ, ഞാനിത് വെറുതെ ഓതി വെക്കല്ല, നമ്മളൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊക്കെ നിസ്കരിക്കുന്നത് പൂർണ്ണമായ ഇഖ്ലാസോടുകൂടിയാണോ എന്ന് ചിന്തിക്കാൻ. അള്ളാഹുവിനടുക്കൽ സംതൃപ്തി കിട്ടാൻ വേണ്ടി, പൊരുത്തം കിട്ടാൻ വേണ്ടി പറ്റുന്ന നിലയ്ക്ക് നമ്മൾ 2 റക്അത്തെങ്കിലും ഇന്ന് വരെ നിസ്കരിച്ചിട്ടുണ്ടോ? വയസ്സ് 30 കഴിഞ്ഞു, 40 കഴിഞ്ഞു, 50 കഴിഞ്ഞു, 60 കഴിഞ്ഞു, 70 എത്തി. ഇതിനിടയിലുള്ള ആളുകളുണ്ട്, ഇതിന്റെ താഴോട്ടുള്ളവരുണ്ട്. ചിന്തിക്കിൻ സഹോദരിമാര്, ചിന്തിക്കിൻ സഹോദരങ്ങൾ, ചിന്തിക്കിൻ. 2 റക്അത്ത് അള്ളാഹുവിന് വേണ്ടി ഇഖ്ലാസോടുകൂടി നിസ്കരിച്ചിട്ടുണ്ടോ? റബ്ബിന്റെ സംതൃപ്തി കിട്ടാൻ വേണ്ടി നല്ല വൃത്തിക്ക് ഒതു കൊടുത്ത്. ആരും പറയണ്ട, ഉമ്മ പറഞ്ഞിട്ടല്ല, വാപ്പ നിർബന്ധിച്ചിട്ടല്ല, കുടുംബക്കാര് പറഞ്ഞിട്ടല്ല, ഭർത്താവും പറഞ്ഞിട്ടല്ല, ആരും പറഞ്ഞിട്ടല്ല, ആരും ഓർമ്മപ്പെടുത്തിയില്ല. ഇഖ്ലാസ് വെച്ചിട്ട് നിസ്കരിക്കാം. അങ്ങനെ ഏതെങ്കിലും 2 റക്അത്ത് നമുക്ക് പറയാനുണ്ട്. വൃത്തിക്ക് ഒതു കൊടുത്ത് നല്ല വൃത്തിക്ക് ഞാൻ നിസ്കരിച്ചു എന്ന് പറയാൻ 2 റക്അത്തുണ്ടോ? 2 റക്അത്ത്, 10 റക്അത്തും ചോദിക്കുന്നില്ല. അധിക നമസ്കാരവും ആളുകളെ കാണിക്കുക എന്നുള്ളതാണ്. അതാണ് ഖുർആൻ തൊട്ടടുത്ത് പറഞ്ഞത്, അല്ലദീനഹും യുറാഊൻ, ആളുകളെ കാണിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ നമസ്കരിക്കുന്നവർ, അവർക്ക് വൈലെന്ന നരകാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ജനങ്ങൾ കാണട്ടെ, സുബൈക്ക് ആചാര്യ വന്നില്ലെങ്കിൽ പള്ളിയിലെ ഉസ്താദ് ചോദിക്കുമോ എന്നുള്ളൊരു ഭയം. അപ്പൊ പള്ളിയിലെ ഉസ്താദിന് വേണ്ടി, ഖത്തീബിന് വേണ്ടി 2 റക്അത്ത്. അതാണ് ആ 2 റക്അത്ത്. ജുമായ്ക്ക് പള്ളി വന്നില്ലെങ്കിലും ഉസ്താദ് ചോദിക്കും, നിങ്ങളെ കണ്ടില്ലല്ലോ ആചാര്യ കഴിഞ്ഞ ജുമായ്ക്ക്, എന്ന് ഇനി ഖത്തീബിന് ചോദിച്ചെങ്കിലും എന്ന് പേടിച്ചിട്ട് നേരത്തെ പോകും. ആ ഒരു ചിന്ത വെച്ചിട്ട് പോവുക. ഉദാഹരണം, സാധാരണ ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, പൊസിഷൻ ഉണ്ട്. ആ പൊസിഷൻ വിട്ട് മാറിയിരുന്നാൽ ഖത്തീബ് ചിലപ്പോൾ ചോദിക്കുക. അതുകൊണ്ട് ആ പൊസിഷൻ തന്നെ കണക്കാക്കിയിട്ട് ഖത്തീബ് കുത്തുപോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എത്തിയിട്ടുണ്ട് ഹാജർ. അങ്ങനെ ഒന്ന് അല്ലദീനഹും യുറാഊൻ ഒന്ന് കാണിക്കാൻ വേണ്ടി. ചിലർ സുന്നത്ത് നിസ്കരിക്കുന്നുണ്ടല്ലോ, ഇമാം ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മൂപ്പറ നെഞ്ചത്ത് വന്ന് കൈകെട്ടിക്കൊണ്ടിരിക്കും, ഫ്രണ്ടിൽ തന്നെ വന്ന്. കാരണം എന്താ? ഞാനിവിടെ ഒത്തിരി ജുമാ നിസ്കരിക്കാൻ വന്നിട്ടുണ്ടെന്ന്. കാരണം ബാക്കിയുള്ള വക്കത്ത് വരുന്നില്ല ഹയവാന്. അന്നെങ്കിലും വന്നത് 10 പേരെ അറിയിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ചിലർക്ക് ഒരു ബോധവും ആ സമയത്ത് വന്ന് ഗുരു തോതിക്കൊണ്ടിരിക്കുന്നതാണോ സുബൈ നിസ്കരിക്കുക, 2 കൈ ഉയർത്തിയിട്ട്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇതൊക്കെയാണ് നമ്മുടെ ഖൗമിന്റെ അവസ്ഥയാണ്. ഇത് സ്ത്രീകളിലുണ്ട്, പലപ്പോഴും ഉണ്ട്. പല ഭാഷയിൽ അവരത് അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ രാത്രി തഹജ്ജു നമസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റപ്പോ ഉണ്ട്, അതോടെ എല്ലാം പോയി, കൂലി മൊത്തം പോയി, തീർന്ന് ഹലാക്കായി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതാണ് നമ്മുടെ അവസ്ഥ. ഒരു ദിക്കർ ചിലർ ചെല്ലാൻ ചോദിക്കും. അപ്പോൾ ഒരു ദിക്കർ ഇങ്ങനെ കൊടുക്കുകയാണ്, ഫാത്തിഹ ഇത്ര ഓദിക്കും. അവർ പറയും, ഞാൻ ഫാത്തിഹ ഞാൻ എല്ലാ ദിവസവും ഉസ്താദെ ഫാത്തിഹ 40 വട്ടം ഓതുന്നുണ്ട്. എത്ര വട്ടം ഓതണം ഉസ്താദെ? ഫാത്തിഹ എന്നങ്ങോട്ട് പറയുമ്പോഴേ ഇവരോടെ ഇങ്ങോട്ട് ഇടുകയാണ്. ഞാൻ ഫാത്തിഹ 40 വട്ടം ഡെയിലി ഓതുന്നുണ്ട്. എത്ര വട്ടം ഓതണം ഉസ്താദെ? നമ്മൾ 10 പറയാൻ നിന്നുകൊണ്ട് 40 വട്ടം ഓതുന്നുണ്ടെന്നാണ് പറയുന്നത്. ഉദാഹരണം പറയാം, ഇങ്ങനെ വലിയ ഓത്തുകാരാണ്, വലിയ ദിക്കർ ചെല്ലുന്നവരാണെന്നൊക്കെ ഇങ്ങനെ ആളുകളെ അറിയിക്കുക, കാണിക്കുക, അതിനുവേണ്ടി മത്സരിക്കുന്നവർ ധാരാളം ഉണ്ട്. ഒന്നൊന്നുമല്ല, 1000 ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അവർ പോലും അറിയാതെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചെറിയൊരു കിബർ അഹങ്കാരത്തോടു കൂടി പറയാണ്. അതോടുകൂടി അതെല്ലാം പോയി, അമല് പൊളിയാണ്. ആളുകളെ കാണിക്കാൻ അള്ളാഹു ഒഴിച്ച് ലോകമാന്യതയ്ക്ക് വേണ്ടി, റിയാഇന് വേണ്ടി നീ എന്ത് ചെയ്തോ യാതൊരു പ്രതിഫലവുമില്ല. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകാനുള്ള കാരണം അതാണ്.
ഇഖ്ലാസ് വേണം. അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ച ആയത്തിൽ അതല്ലേ, അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, ഖുശൂഓടുകൂടി ഭയഭക്തിയോടുകൂടി നമസ്കരിക്കുന്നവർ. ഒരാളെ കാണിക്കാനൊന്നുമല്ല, അങ്ങനെ നമസ്കരിക്കുന്നവരുടെ നിസ്കാരം കൊണ്ട് അവർ വിജയിച്ചവരാണ്. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. നിസ്കാരം പറഞ്ഞ എന്താ? അഫ്ളലുൽ ഇബാദത്തിൽ ബദനിയത്തി കുല്ലിഹാ അസ്സലാ. നിസ്കാരമാണ് ഏറ്റവും ടോപ്പ് ശരീരം കൊണ്ട് നിർവഹിക്കുന്ന ആരാധനകൾ. ബാക്കിയുള്ളതൊക്കെ അതിനോട് താപിയായി വരും. എന്നിട്ട് അവിടുന്ന് ദ്വാരപ്പിക്കും, ഇവിടുന്ന് ദ്വാരപ്പിക്കും, അവിടുന്ന് ദ്വാരപ്പിക്കും, ഇവിടുന്ന് വരും. എല്ലായിടത്തോട്ടും ദ്വാ കൊടുക്കുക. ആകെ 10 ചെല്ലിയത്. ഇതൊക്കെ നമ്മുടെ പ്രശ്നമാണ്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. സ്വലാത്ത് ചെല്ലിയവനെന്ന് ഇമാമിങ്ങൾ സൂഫിയാക്കൾ രേഖപ്പെടുത്തണമെങ്കിൽ തന്നെ 300 സ്വലാത്ത് ദിനേന ചെല്ലുന്നവനാകണം. അല്ലാഹു കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരു ദിവസം എത്ര സ്വലാത്ത് ചെല്ലണം? 300 സ്വലാത്ത് ദിനേന ഡെയിലി ചെല്ലുന്നവനാണെങ്കിൽ അയാൾ സ്വലാത്ത് ചെല്ലുന്നവൻ അല്ലെങ്കിൽ അവൾ സ്വലാത്ത് ചെല്ലുന്നവളാണ് എന്ന് പറയാൻ തന്നെ പറ്റുള്ളൂ. അങ്ങനെ പറയണമെങ്കിൽ തന്നെ 300 ഡെയിലി ചെല്ലണം. നമ്മൾ 3 പോലും ഇല്ല. നിസ്കാരം കഴിഞ്ഞ് 3 സ്വലാത്ത് എല്ലാം പോലും ആചാരില്ല. 1-ാമത്തെ സ്വലാത്തില്ല, ഇപ്പം ആചാര്യ ചെരുപ്പിട്ട് സുന്നി എന്നാ പേര്. 2-ാമത്തെ സ്വലാത്തില്ല, ഇപ്പം ആചാര്യ വീട്ടിലെത്തി. 3-ാമത്തെ സ്വലാമിന് പൊരിച്ചമീൻ കടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ര സ്പീഡിലാണ് പോകുന്നത്. പേര് സുന്നിയെന്നു. ഇതേ ആചാര്യ എന്നെ ഇവിടെ ഇരുന്നേനെ ഫ്രണ്ടിൽ ഒരു പൊതിയുണ്ടെങ്കിൽ ആണ് ഞാൻ പറഞ്ഞ വ്യത്യാസം. 3 സ്വലാത്തും കഴിഞ്ഞ് പോവില്ല. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ദിക്റുണ്ടെ അതും കഴിഞ്ഞ് പോകില്ല. ആ പൊതി കിട്ടി, 1 കിട്ടി, 2 കിട്ടി, 3 പൊതിയായിട്ട് ആചാര്യ പോകും. സാധാരണ നടന്നു വരുന്ന ആചാര്യ അന്ന് ആക്റ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ആക്റ്റീവയുടെ പുറകിൽ ഡിക്കിക്കകത്തൊരു 3 വെച്ചോണ്ട് പോകണം. നിയ്യത്താണ്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. നമുക്കതാ ലക്ഷ്യം. നമുക്ക് മറ്റൊരു ലക്ഷ്യമില്ലല്ലോ. നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പൊതി കിട്ടുക, അതിനുവേണ്ടി സമ്മേളിക്കുക എന്നുള്ളതല്ലാതെ ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോയി ഉമ്മത്തിന്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വലിയ അപകടമാണ്. ആ ബക്കറ്റ് ഒന്നും ഉണ്ടോ? ബക്കറ്റ് ഒന്നും ഉണ്ടോ? ഒരു സദക്ക എല്ലാവരും കൊടുക്കുക. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ലൊരു സദഖ, അല്ലാഹു നമ്മുടെ സദഖയെ സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. ثابت الذرامين الثرائيل الثراء ثانيا ما ثالثا بل ثاني الأمثال ثال لا إله إلا الله لا إله إلا الله محمد رسول الله. അല്ലാഹുവേ ഞങ്ങളുടെ സദഖകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ സദസ്സിൽ വന്ന് ചേർന്നിട്ടുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കാൻ നിദാനമാക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് കാവൽ നൽകണേ അല്ലാഹ്. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സദഖയായി സദഖയെ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നല്ല നിയ്യത്ത് വെച്ച് കൊടുക്കും ഇൻഷാ അല്ലാഹ്. എല്ലാവരും ശ്രദ്ധ ഇവിടെ ഉണ്ടാകട്ടെ, നല്ലപോലെ ശ്രദ്ധിക്കാം. നല്ല കാപ്പി വരുന്നുണ്ട്, അവരോട് എല്ലാവർക്കും ക്ഷീണമൊക്കെ മാറിക്കും ഇൻഷാ അല്ലാഹ്. അത് വിതരണം ചെയ്യുന്നവർക്കും പാചകം ചെയ്തവർക്കും കൊടുക്കുന്നവർക്കൊക്കെ കുടിക്കുന്നവർക്കും എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, ആഫിയത്ത് തരട്ടെ. ഇവിടെ ശ്രദ്ധിച്ചോളി, നല്ലപോലെ ശ്രദ്ധിക്കും. വൈൽ എന്ന് പറയുന്നതാകുന്ന നരകത്തിന്റെ ഒരു ചെരുവ്, ഒരു ഭാഗം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കരിക്കുന്നവർക്ക് കൊടുക്കും. ആർക്കാണ്? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം സാഹൂൻ. നമസ്കാരത്തിൽ മടിയുള്ളവരാണ്, അലസതയുള്ളവരാണ്.
جاء عمر بن الخطاب رضي الله عنه إلى رسول الله صلى الله عليه وسلم فقال മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാണ്, നബിയേ നബിയേ മാ മഅനാ ഹാദിഹിൽ ആയ, ഈ ആയത്തിന്റെ അർത്ഥം എന്താണ് റസൂലേ? ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, നമസ്കരിക്കുന്നവർക്ക് വൈലെന്ന ഭാഗമാണ്, നരകത്തിന്റെ ചെരുവാണ്. ആ നമസ്കാരം അലസതയോടുകൂടി നിർവഹിക്കുന്നവർക്കാണ് ഈ നരകത്തിന്റെ ഭാഗം നൽകുക എന്ന് പറയുന്നതായ ഈ ആയത്തിന്റെ വിശദീകരണം അവിടുന്ന് നൽകുമോ ഹബീബേ? ആരാണ് മടിയുള്ളവർ, ആരാണ് അലസതയുള്ളവർ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലദീന യുഅഖിറൂന സ്വലാത അൻ ഔഖാതിഹാ, നമസ്കാരത്തെ അതിന്റെ സമയത്തെ തൊട്ട് പിന്തിക്കുന്നതായ ഏതൊരു മുസ്ലിമുണ്ടോ മുസ്ലിമത്തുണ്ടോ അവരെ കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് നബിയോനാ റസൂലുള്ളാഹി. നമസ്കാരത്തെ അതിന്റെ സമയത്തെ തൊട്ട് പിന്തിക്കുന്ന ആളുകൾക്കാണ് എന്തുള്ളത്? നരകത്തിന്റെ ഒരു ചെരിവുള്ളത്. ശരിക്കും ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അർത്ഥം പറഞ്ഞു കൊടുത്തതാ. മടി എന്ന് പറഞ്ഞാൽ കരിക്കാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ മടി എന്നുള്ളത് മാത്രമല്ല ഒരർത്ഥം, ഈ ഒരർത്ഥം കൂടിയുണ്ട്. നമസ്കാരത്തെ തൊട്ട് പിന്തിക്കുക അതൊരു മടിയാണ്. സമയമായി, കരിക്കാൻ വേണ്ടി സമയമായി, പള്ളിയുടെ മുന്നിലുണ്ട് ചെറുപ്പക്കാരായ ആളുകൾ ബാങ്ക് കൊടുത്തു, കാമത്ത് കൊടുക്കാൻ സമയം വേണ്ടി ഉമ്മാരെ കാണുന്നില്ല, അതൊക്കെ മുങ്ങിയേക്കാണ്. യാ അല്ലാഹ്, ഒറ്റ പോക്ക്. ഇഖാമത്ത് കൊടുത്ത സമയമാകുമ്പോഴത്തേക്കും പതുക്കെ വിടുക. അതുവരെ അവിടെ ഉണ്ടായിരുന്നു, പള്ളിയുടെ പരിസരത്ത് ഉണ്ടായിരുന്നു, വന്ന് കളിച്ചോണ്ടൊക്കെ ആ ഭാഗത്തൊക്കെ ഇരുന്ന് ഇഖാമത്ത് കൊടുത്ത് ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് കൊടുക്കുന്ന സമയം ഒറ്റ പൊങ്ങൽ. അതാണ് ഖുർആൻ പറഞ്ഞ കൂട്ടത്തിൽ പെട്ടു. എന്താ കിട്ടാൻ പോകുന്നത്? വൈൽ. നാളെ ചോദിച്ചു വാങ്ങിച്ചോണം. അവിടെ എത്തുമ്പോ കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ മതി. മൈശറ ചെല്ലുമ്പോൾ പ്രത്യേകം മലക്കൾ കൊണ്ടേ തരും. നരകത്തിന്റെ ഒരു ചെരുവാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ശരിക്കും മനസ്സിലായിക്കോ. മാനാകുന്ന സഈദ് ബിൻ അൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, താബികളിൽ പ്രമുഖനായ വ്യക്തിയല്ലയോ ബഹുമാനപ്പെട്ടവർ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അല്ലദീന യുഅഖിറൂന സ്വലാത അൻ ഔഖാതിഹാ, നമസ്കാരത്തെ അതിന്റെ സമയത്തെ തൊട്ട് പിന്തിക്കുക എന്ന് പറഞ്ഞാൽ മഅനാ, ഇതിന്റെ മഅന എന്തെന്നറിയുമോ? അല്ലദീന ലാ യുസല്ലൂന സുബ്ഹ ഹത്താ ദഖലൽ ഫജ്ർ, പ്രഭാതം വെളിവാകുന്നത് വരെ, പ്രഭാതം പ്രവേശിക്കുന്നത് വരെ നമസ്കാരത്തെ സുബ്ഹിയെ നമസ്കരിക്കാതിരിക്കലാണ്. വല്ലദീന ലാ യുസല്ലിൽ ളുഹറ ഹത്താ ദഖലൽ അസ്ർ, ളുഹറ നമസ്കാരത്തെ പിന്തിക്കുകയാണ്, അസ്ർ ബാങ്ക് വിളിക്കുന്നത് വരെ പിന്തിക്കുകയാണ്. ولا يصلي العصر حتى دخل المغرب, പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന അസ്ർ നമസ്കാരത്തെ നിസ്കരിക്കില്ല, മഗ്രിബ് പ്രവേശിക്കുന്നത് വരെ പിന്തിക്കുകയാണ്. ولا يصلي المغرب حتى دخل العشاء, ഇശാ നമസ്കാരത്തിന്റെ സമയമാകുന്നത് വരെ, അതിന്റെ ബാങ്ക് മുഴങ്ങുന്നത് വരെ മഗ്രിബിനെ പിന്തിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരില്ലയോ? ഈ രീതിയിൽ നമസ്കാരത്തോട് അലംഭാവം വെച്ച് പുലർത്തുന്നതായ ഏതൊരു ചെറുപ്പക്കാരനുണ്ടോ സഹോദരനുണ്ടോ അവനെ കുറിച്ചാണ് പറഞ്ഞത്, വൈലെന്ന നരകമാണ്, നരകമാണ്, നരകത്തിന്റെ ചെരുവാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇതൊക്കെ വെറുതെ പറയുന്നല്ല എന്നർത്ഥം. ഇതൊക്കെ ഇമാമിങ്ങളുടെ വാക്കാണ്, സ്വഹാബത്തിന്റെ വാക്കാണ്, പ്രവാചകരുടെ അധ്യാപനമാണ്, താബിഈങ്ങളുടെ വചനങ്ങളാണ്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. വളരെ ശ്രദ്ധിച്ചോ, ഗൗരവമായി മനസ്സിലായിക്കോ, ഇല്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാകും, വലിയ പ്രയാസം ഉണ്ടാകും. ഒരൊറ്റ ആയത്തൂടി കേട്ടോ ഇതുമായി ബന്ധപ്പെട്ട്, എന്നിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വരാം. ശരിക്കും ശ്രദ്ധിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട? ശ്രദ്ധിക്കുന്നവരെന്ന് കൈ ഉയർത്തിക്കാൻ നോക്കട്ടെ, എത്ര പേരുണ്ട്? ചായം പിടിച്ചോണ്ട് ഉയർത്തല്ല, അല്ലാന്ന് പറഞ്ഞാൽ മതി. അല്ലാഹു തൗഫീഖ് തരട്ടെ.
കേട്ടോ അടുത്തൊരായത്ത് നല്ലതുപോലെ ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ് വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ യുറാഊന الناس ولا يذكرون الله إلا قليلا مذبذبين بين ذلك لا إله هؤلاء ولا إله പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, സത്യവിശ്വാസികൾ യഥാർത്ഥ മുഅ്മിനീങ്ങൾ അവർക്ക് പേര് ദോഷക്കാരായ ചില ആളുകൾ ഈ ലോകത്തുണ്ട്. അവരാണല്ലോ കപട വിശ്വാസികളായ ആളുകൾ. വിശ്വാസികളാണെന്ന് പറയും, പക്ഷേ അവർ മോശപ്പെട്ട ആളുകളാണ്, മോശപ്പെട്ടവരാണ്. അവിശ്വാസം ഹൃദയത്തിന്റെ അകത്തലങ്ങൾ ഒളിച്ച് കടത്തിക്കൊണ്ട് കഴിയുന്നവരാണ്. അവർ കപട വിശ്വാസികളാണ്. അവരുടെ പേരല്ലയോ മുനാഫിഖീങ്ങൾ. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന തീർച്ചയായും മുനാഫിഖീങ്ങളെ കുറിച്ചറിയണേ. അവർ ആരെന്നറിയുമോ? അവരുടെ പ്രവർത്തന രീതി ഏതെന്നറിയുമോ? വൈദാ ഖാമൂ ഇലസ്സലാ ഖാമൂ കുസാലാ. നമസ്കരിക്കാൻ വേണ്ടി നിന്നാൽ മടിയാണ്, അലസതയാണ്, വെറുപ്പാണ്, താല്പര്യമില്ലാതെയാണ് നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നത്. നമസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് നൽകപ്പെട്ടാൽ പിറകോട്ട് വലിയുന്ന ശൈലിയാണ്. ഒന്നാമത്തെ സഫിലേക്ക് നിൽക്കാൻ മടിയാണ്. തങ്ങൾ പറയുകയാണ്, നമസ്കാരത്തെ അലസത വെക്കുന്നവരില്ലയോ, നമസ്കാരത്തിനോട് താല്പര്യമില്ലാതെ ജീവിക്കുന്നവരില്ലയോ, അതിനോട് മടി കാണിക്കുന്ന ചെറുപ്പക്കാരില്ലയോ, സഹോദരിമാരില്ലയോ, സിനിമ കാണാൻ മടിയില്ല, റീൽസ് കണ്ടുകൊണ്ടിരിക്കാൻ യാതൊരുവിധ പ്രയാസവുമില്ല. എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും അതിനുവേണ്ടി ചെലവഴിക്കാൻ ഇന്നത്തെ തലമുറ തയ്യാറാണ്. ആഖിറത്തെ ചിന്തിച്ചുകൊണ്ട് നിലകൊള്ളാനോ, അല്ലാഹുവിന്റെ മുന്നിൽ 2 റക്അത്ത് നമസ്കരിച്ചുകൊണ്ട് ഇഖ്ലാസോടുകൂടി നിലകൊള്ളാനോ താല്പര്യമില്ല. നമസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുക്കപ്പെട്ടാൽ മടിയാണ്, അലസത വെക്കുന്നവരില്ലയോ, ജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി നമസ്കരിക്കുന്നവരില്ലയോ, വളരെ കുറഞ്ഞ സമയം മാത്രം കൊണ്ട് ഇബാദത്തുകൾ പരിമിതപ്പെടുത്തുന്നവരില്ലയോ, അവർ മുനാഫിഖീങ്ങളാണ്. ഇവരാണ് കപട വിശ്വാസികൾ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇത്തരക്കാരായ ആളുകൾ സൂര്യൻ അസ്തമിക്കുന്നത് വരെ, പാതിരാത്രി സമയം വരെ പല കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവിതത്തെ മാറ്റിവെക്കുകയാ. ടെറഫുകളിൽ പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, ബീച്ച് റോഡുകളിൽ കറങ്ങി നടക്കുന്നവരുണ്ട്, ഓരോ പാർക്കിലും മാളുകളിലും സിനിമാ തിയേറ്ററിലും അടക്കം സമയങ്ങളെ കൊന്നു തീർക്കുന്നവരുണ്ട്. അവസാനം പാതിരാത്രി സമയമാകുമ്പോ ഓടി വരുകയാണ്, പെട്ടെന്ന് ഒരു പാസാക്കുകയാണ്. കാക്ക രക്തം കുത്തുന്നത് പോലെ വേഗം വന്നുകൊണ്ട് തലകുത്തി മറിയുകയാണ്, നിസ്കരിക്കുകയാണ്. അത് മുസ്ലിമിന്റെ നമസ്കാരമേ അല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, തിൽക, ഈ രീതിയിൽ നമസ്കരിക്കുന്നവരില്ലയോ, എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ട് വന്നുകൊണ്ട് തലകുത്തി മറിഞ്ഞ് സ്പീഡിൽ നമസ്കരിച്ചിട്ട് മുസല്ലം അടക്കിക്കൊണ്ട് എഴുന്നേറ്റ് പോകുന്നതായ മുസ്ലിം ചെറുപ്പക്കാരികളില്ലയോ, സഹോദരങ്ങളില്ലയോ, തിൽക സ്വലാത്തുൽ മുനാഫിഖീൻ, അത് കപട വിശ്വാസിയുടെ നമസ്കാരമാണ് സ്വഹാബ. അല്ലാഹുവിന്റെ റസൂല് ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, അത്തരത്തിലുള്ള മുനാഫിഖീങ്ങളായ കപട വിശ്വാസികളായ ആളുകൾക്ക് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്
നൽകുന്നതായ ഗേഹമേതെന്നറിയുമോ? ഇന്നൽ മുനാഫിഖീൻ ഇന്നൽ മുനാഫിഖീൻ ഫി ദർകിൽ അസ്ഫലി മിനൻ നാർ വലാ തജിദ ലഹും നസീറാ. ഈ ദുനിയാവിൽ കപടതയുടെ മുഖവുമായി അള്ളാഹുവിന്റെ ദീനിൽ നിലകൊള്ളവരില്ലയോ? മുസ്ലിമായി ജീവിച്ചവനാണ്, ആധാർ കാർഡിൽ മുസ്ലിമാണ്, പാൻ കാർഡിൽ മുസ്ലിമാണ്, SIRന്റെ ഫോം പൂരിപ്പിച്ചപ്പോഴും അവൻ മുസ്ലിമാക്കിയവനാണ്, മാതാവിന്റെ പിതാവിന്റെ ഒക്കെ പേരുകൾ കൃത്യമായി കൊടുത്ത് അടയാളപ്പെടുത്തിയവനാണ്, എല്ലാ കാർഡുകളിലും അവൻ മുസ്ലിമാണ്. കേവലം മുസ്ലിം നാമധാരിയാണ്. അള്ളാഹുവിന്റെ ദീനുമായി പുലബന്ധമില്ല, നിസ്കാര ചിട്ടയുള്ളവനല്ല, ഖുർആൻ ഓതാൻ താല്പര്യമുള്ളവനല്ല, ദിക്റിന്റെ സദസ്സുകളിൽ മാറി ചിന്തിക്കുന്നവനാണ്. മജ്ലിസുൻ നൂറുകൾക്ക് തുടക്കം മുതൽ അവസാനം വരെ പങ്കെടുത്തതായ ഇന്ന് വരെ ചരിത്രമുണ്ടായിട്ടില്ല. ഒരു സദസ്സിലും അവന്റെ പ്രാതിനിധ്യം പരിപൂർണമായിട്ടുണ്ടായിട്ടില്ല. ദീനിന്റെ കാര്യങ്ങളിൽ പരിപൂർണമായി മാറി നിൽക്കുന്ന യുവത്വമേ, യുവതികളെ, പരിശുദ്ധമായ ഖുർആൻ ഉറപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ അഴിഞ്ഞാടിയ ജീവിതം നയിച്ചുകൊണ്ട് കളിച്ചും രസിച്ചും സിനിമ കണ്ടും സീരിയൽ കൊണ്ടുകൊണ്ടും മോശപ്പെട്ട ലോകത്തേക്ക് കണ്ണുകൾ കൊണ്ടുപോയവരല്ലേ, കാതുകളെ കൊണ്ടുപോയവരല്ലേ, ശരീരത്തെ കൊണ്ടുപോയതാകുന്ന ചെറുപ്പക്കാരല്ലേ, യുവതികളല്ലേ. ഇന്നൽ മുനാഫിഖീൻ ഫി ദർകിൽ അസ്ഫലി മിനൻ നാർ. 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ടതാകുന്ന നരകത്തിന്റെ അഗ്നികുണ്ടാരങ്ങൾ ഏൽക്കപ്പെട്ടതാകുന്ന നരകത്തിന്റെ ഏറ്റവും വലിയ അടിത്തട്ടിലാണ്, അതിന്റെ അങ്ങേയറ്റത്തെ ചൂടുള്ള പ്രതലമാണ് മുനാഫിഖാകുന്ന കപട വിശ്വാസിക്ക് അല്ലാഹു നൽകുക എന്ന് വിശുദ്ധമായ ഖുർആൻ. നമസ്കാരത്തെ മടി കാണിച്ചുകൊണ്ട് പുറകോട്ട് വരഞ്ഞതാകുന്ന യുവത്വമല്ലേ, ബാങ്ക് വിളിക്കുമ്പോ ബാങ്കിനെ നിസാരപ്പെടുത്തി കൊണ്ടുപോയ ചെറുപ്പക്കാരല്ലേ, ചെറുപ്പക്കാരികളല്ലേ, മോശപ്പെട്ട ജീവിതം നയിച്ചുകൊണ്ട് നിലകൊണ്ടതാകുന്ന യുവത്വമല്ലേ, അള്ളാഹുവിന്റെ പള്ളിയെ നിസാരവൽക്കരിച്ചവനല്ലേ. ഇതാ നരകത്തിന്റെ അടിത്തട്ടാണ് അള്ളാഹു നിനക്ക് നൽകുക എന്ന് പരിശുദ്ധമായ ഖുർആൻ. വലാ തജിദ ലഹും നസീറാ. ഒരു സഹായി പോലും നിനക്കില്ല നിന്നെ രക്ഷപ്പെടുത്താൻ ഈ ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല. വലാ തസിറു വാസിറത്തുൻ വിസറ ഉഖറാ. മഹ്ശറ എന്നാൽ നിസാരമല്ലല്ലോ ചെറുപ്പക്കാരാ, സോദര. ഒരാൾ മറ്റൊരാളുടെ പാപഭാരങ്ങൾ ഏൽക്കുകയേ ഇല്ല.